ഹലോ അസ്സാം വലൈക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഈ പോട്ടിൽ വറുക്കണത് എന്താണെന്ന് വെച്ചാൽ വറുക്കല്ല കേട്ടോ, വഴറ്റിയാണ്. ക്യാരറ്റ്, പഞ്ചസാര, നെയ്യ് കൂട്ടി വഴറ്റി, പിന്നെ പുട്ടുപൊടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിനൊന്ന് വെള്ളം പാർന്ന് കുതിർക്കാൻ വെച്ചു. ക്യാരറ്റ്, നെയ്യ്, പഞ്ചസാര കേട്ടോ, ഇത് മൂന്നും പാടെ വഴറ്റണത്. അങ്ങനെ പിന്നെ ഈ പുട്ടുപൊടിക്ക് നമ്മൾ പാൽപ്പൊടി ഇട്ടു, തേങ്ങ ഇട്ടു, പിന്നെ ഈ ക്യാരറ്റും പഞ്ചസാരയും നെയ്യും പാടെ വഴറ്റിയതിട്ടു. അങ്ങനെ പുട്ടിനെ കുഴച്ച് വെച്ചു. എന്നിട്ട് തേങ്ങ ഇട്ടിട്ട് നമ്മൾ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു പാത്രത്തിൽ പുട്ടുണ്ടാക്കുക കേട്ടോ. ഇതുണ്ടോ, അങ്ങനെ നമ്മളിത് കുക്കറിൽ വെച്ച് വേവിക്കുക. കുക്കറിൽ വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മൾ ഇപ്പുറത്ത് ബീഫിനെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട്, അതാണ് ഈ കളറില്ലാത്തത്. അങ്ങനെ നമ്മളുടെ പുട്ട് നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട്. ബീഫ് അപ്പോഴേക്കിന് നല്ലതായിട്ട് വന്നു. ഞാനിത് ഞാനിത് ബുഷിന് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ. രാത്രിക്കുള്ള ഞങ്ങളുടെ ഫുഡാണത്. നല്ലൊരു കട്ടനും ഉണ്ടാക്കി അടിപൊളിയിട്ട് ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ല പാകത്തിന് മധുരമൊക്കെ ഇട്ടിട്ട് ദിവസിന് ഞാനിത് രണ്ടും കൊണ്ടുപോയി കൊടുക്കുകയാണ്. ദിവസിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. പക്ഷെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ.